അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. മറ്റൊന്ന്, ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട്, ഈ കരാർ എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലിനുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ 100 കണക്കിന് ബസ് ഓടിക്കുന്നില്ലേ? സ്വകാര്യ വ്യക്തികളിന് 1 2 ബസ് വാങ്ങിയ വ്യക്തികൾ 100 കണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും.